അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മൺ ആൻഡ് ബിപിൻ സ്റ്റാർട്ട് റണ്ണിങ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഹാവിംഗ് ലെങ്ത് 660 meter from the same point simultaneously and in the same direction with the speed of 6 meter and 12 meter എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെസ്പെക്റ്റീവ്ലി ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് ദേ വിൽ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്, അതിന്റെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 660 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരാള് 6 സ്പീഡിലും അതേപോലെ ബിപിൻ എന്ന് പറയുന്ന ഒരാള് 12 സ്പീഡിലും എന്താണ് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് സെയിം പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡുകൾക്ക് ശേഷമാണ്, എത്ര ടൈമിന് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നതെന്ന് ചോദിച്ചുള്ളത്. അപ്പൊ ലക്ഷ്മൺ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 660 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കത്തില്ല അയാളുടെ സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ് ടൈം. എത്ര വരും? 110 സെക്കൻഡ് ആയിരിക്കും ലക്ഷ്മൺ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ. അതേപോലെ ബിപിൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 660 ഡിവൈഡഡ് ബൈ 12 എത്രയായിരിക്കും? 55 സെക്കൻഡുകളായിരിക്കും ഇയാള് ഈ ഒരു റൗണ്ട് എടുക്കാൻ ആവശ്യമുള്ളത്. ലക്ഷ്മണിന് ആവശ്യമുള്ളത് 110 സെക്കൻഡും ആയിരിക്കും ആവശ്യമുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര സമയത്തിന് ശേഷം കണ്ടുമുട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈമിന്റെ LCM ആയിരിക്കും വരുന്ന ആൻസർ. ടൈമിന്റെ LCM 110ന്റെയും 55ന്റെയും LCM എത്ര വരും? 110 സെക്കൻഡ് തന്നെയല്ലേ വരും? 110 സെക്കൻഡുകൾക്ക് ശേഷമായിരിക്കും ഇവർ കണ്ടുമുട്ടുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ലക്ഷ്മണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ 110 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അതേ സമയം കൊണ്ട് ബിപിൻ എത്ര റൗണ്ട് കംപ്ലീറ്റ് ആക്കും? 2 റൗണ്ടും കംപ്ലീറ്റ് ആക്കും. അതിനുശേഷമായിരിക്കും ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, 2 സ്റ്റേഷൻ T1 ആൻഡ് T2 300 കിലോമീറ്റർ അപ്പാർട്ട്. 2 സ്റ്റേഷൻ ഉണ്ട്. എന്താണ്? ഒന്നിന്റെ പേര് T1 എന്നും അടുത്തതിന്റെ പേര് T2 എന്നുമാണ്. ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 കിലോമീറ്റർ ആണ്. ഒരു കാറ് എന്താണ് T1 നിന്നും 8 മണിക്ക് കാലത്ത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 കിലോമീറ്റർ പെർ അവർ ആണ്. അടുത്ത കാറ് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയാണ് എങ്കിൽ എത്ര സമയത്തിന് ശേഷമായിരിക്കും അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് T1 ടൈമിൽ സഞ്ചരിക്കുന്ന കാറ് 10 മണിക്ക് T1 സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിക്കുന്ന കാറ് എന്താണ് 10 മണിക്ക് T2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കാറ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല. ആ 2 മണിക്കൂർ 8 മുതൽ 10 വരെയുള്ള ഈ 2 മണിക്കൂർ എന്തായിരിക്കും? T1 എന്ന് പറയുന്നുള്ള കാറ് സഞ്ചരിക്കുമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 മണിക്കൂർ കൊണ്ട് T1 നിന്നുള്ള 8 മുതൽ 10 മണി വരെയുള്ള ഈ 2 അവർ T1 നിന്നുള്ള കാറ് എത്ര ദൂരം സഞ്ചരിക്കും? 2 അവർ ഇൻറ്റു 45 സ്പീഡിൽ അത് 90 കിലോമീറ്റർ സഞ്ചരിക്കത്തില്ലേ? അല്ലെ? T1 നിന്ന് 8 മണിക്ക് എടുത്ത കാറ് 10 മണി വരെയും എത്രയാണ്? 1 മണിക്കൂർ 45 മിനിറ്റ് വെച്ച് 2 മണിക്കൂർ ആകുമ്പോൾ 90 കിലോമീറ്റർ സഞ്ചരിക്കും. അതപ്പം ഇവിടെ എത്തിച്ചേരും. ഓക്കെ അല്ലേ? അപ്പം ഒരു 90 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി എത്രയാണ്? 210 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഈ 210 കിലോമീറ്ററിൽ 10 മണിയായി. ഓക്കെ, 210 കിലോമീറ്ററിൽ ഇയാൾ അങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും അല്ലേ വരുന്നത്? അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് എടുത്തൂടെ? റിലേറ്റീവ് സ്പീഡ് ആഫ്റ്റർ 10 AM ശേഷം നമുക്ക് റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്യാം. എത്രയായിരിക്കും? 60 + 45 എത്രയായിരിക്കും? 105 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 210 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ 210 ഡിവൈഡഡ് ബൈ നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 105 ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും നമുക്ക് ടൈം വരുന്നത്. ഓക്കെ അല്ലേ? 210/105 എന്ന് പറഞ്ഞാൽ 2 അവർ ആയിരിക്കും അവർക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ 2 അവറിന് ശേഷം അവരെന്തെടുക്കും? കണ്ടുമുട്ടും. ഓക്കെ, 45 സ്പീഡിൽ പോകുന്ന ആള് 2 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ എത്രയാണ്? വീണ്ടും 90 കിലോമീറ്റർ ആവും. 60 സ്പീഡിൽ സഞ്ചരിക്കുന്ന ആള് 2 മണിക്കൂർ പോകുമ്പോൾ ബാക്കി എത്രയാവും? 120 കിലോമീറ്റർ കൂടി അയാൾ സഞ്ചരിച്ച് അവർ ഇവിടെ വെച്ചിട്ട് എന്താണ് 2 മണിക്കൂറിന് ശേഷം കണ്ടുമുട്ടും. ഓക്കെ അല്ലേ? ഏത് സമയം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം? 10 മണി കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം. 10 മണിയുടെ കൂടെ എന്താണ് 2 മണിക്കൂർ കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 12 മണിക്കായിരിക്കും അവർ കണ്ടുമുട്ടുന്നത്. ഓപ്ഷൻ C ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്തത്, ഓൺ എ 2200 meter long circular track, Sarita and Kavita drove their cycles from the same point but in opposite direction with the speed of 20 km per hour and 16 km per hour respectively. After how much time will they meet again for the first time എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓൺ എ 2200 meter long circular track. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2200 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? സരിത ആൻഡ് കവിത ഡ്രോവ് ദെയർ സൈക്കിൾ ഫ്രം ദ സെയിം പോയിന്റ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒരു 20-16 കിലോമീറ്റർ പെർ അവറിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 20ന്റെയും 16ന്റെയും സം എടുക്കാം. 36 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് വരുന്ന ആൻസർ.
റിലേറ്റീവ് സ്പീഡ്. ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ എത്ര സമയത്തിന് ശേഷമാണ് അവരൊന്ന് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മീറ്ററിലാണ്, ഇത് കിലോമീറ്റർ പെർ അവറിലാണ്, ഓപ്ഷൻ കിടക്കുന്നത് സെക്കൻഡിലും മിനിറ്റിലുമാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 36ഉം 18ഉം കൂടി ക്യാൻസൽ ആവും. 2 × 5 എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് 2200 ഉണ്ട്, റിലേറ്റീവ് സ്പീഡ് 10 ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ? 2200 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 220 സെക്കൻഡ് എന്നായിരിക്കും വരുന്നത്. 220 സെക്കൻഡിന് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് മാറ്റാം. 220 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റും എന്താണ് 40 സെക്കൻഡും ആണ് അല്ലെ? 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 180, 40 സെക്കൻഡ്. അപ്പൊ എത്രയായി? 3 മിനിറ്റും 40 സെക്കൻഡും 220 സെക്കൻഡ് ആയി. ക്ലിയർ ആണോ? In a circular race of 1600 meter, Farouk and Simba start from the point and the same time with the speed of 9 meter per second and 5 meter per second respectively. Find after how much time they will meet again for the first time. They track if they are running in the same direction എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1600 മീറ്റർ ആണ്. നമ്മുടെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അവർ സെയിം ഡിസ്റ്റൻസിലാണ്, സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പോൾ 9-5 പോകുമ്പോൾ 4 ആയിരിക്കും നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? റിലേറ്റീവ് സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, ഡിസ്റ്റൻസ് 1600 ഉണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് 1600 ഡിവൈഡ് ബൈ 4 എത്രയായിരിക്കും? 400 സെക്കൻഡിന് ശേഷമായിരിക്കും അവർ കണ്ടുമുട്ടുന്നത്. അടുത്തത് 2 ടൗൺസ് പി ആൻഡ് ക്യൂ ആർ 275 കിലോമീറ്റർ അപ്പാർട്ട്. എന്താണ്? 2 ടൗൺസ് പി എന്നും ക്യൂ എന്നും പറയുന്ന 2 ടൗൺസ് ഉണ്ട്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 275 കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എ മോട്ടോർ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ഫ്രം പി ടുവേർഡ്സ് ക്യൂ അറ്റ് 10 AM. സോറി 10 AM. ഓക്കെ അല്ലേ? പിയിൽ നിന്നും ക്യൂവിലേക്ക് ഒരു മോട്ടോർ സൈക്കിൾ 10 AM പോകുന്നത്. സ്പീഡ് ഓഫ് 25 കിലോമീറ്റർ പെർ അവർ. അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയുന്നുണ്ട്. അനദർ റൈഡ് സ്റ്റാർട്ട് ഫ്രം ക്യൂ ടുവേർഡ്സ് പി അറ്റ് 12 noon. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അത് പോകുന്നത്. 12 noon അറ്റ് ദ സെയിം ഡേ അറ്റ് ദ സ്പീഡ് ഓഫ് 20 കിലോമീറ്റർ പെർ അവർ. സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ പെർ അവർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അറ്റ് വാട്ട് ടൈം വിൽ ദേ ക്രോസ് ഇറ്റ്? എത്ര സമയത്തിന് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 10 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ 10 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് 2 മണിക്കൂർ എന്താണ് ട്രാവൽ ചെയ്ത് കഴിയും. 2 മണിക്കൂർ ഒരു ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 25 × 2 50 കിലോമീറ്റർ അവർ പിന്നിടും. ബാക്കി ഇനി നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 275 50 കിലോമീറ്റർ പി അങ്ങ് ട്രാവൽ ചെയ്തു. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 225 കിലോമീറ്ററേ ഉള്ളൂ. അത് ആരൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്? പിയും ക്യൂവും കൂടെ ഒരുമിച്ചാണ് ട്രാവൽ. കുറച്ച് ദൂരം പി ട്രാവൽ ചെയ്യും, ബാക്കി ദൂരം ഇവിടെ എന്താണ് ക്യൂവും കൂടി ട്രാവൽ ചെയ്തിട്ടായിരിക്കും ഇവരെന്താണ് കണ്ടുമുട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടുപേരും അങ്ങോട്ടും, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? 25 + 20 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ സമ്മ എടുക്കുക. എത്രയാണ്? 45 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടൈം എത്രയാണെന്ന് നോക്കാം. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 225 ആണ്. നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 45 ആണ്. 225 ഡിവൈഡ് ബൈ 45 എന്ന് പറഞ്ഞാൽ 5 അവർ ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ 12 മണി കഴിഞ്ഞ് 5 മണിക്കൂറിന് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നത്. റിലേറ്റീവ് സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കാണ്. അതിനുശേഷം 5 മണിക്കൂറിന് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നത്. 12 മണി കഴിഞ്ഞ് 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? വൈകിട്ട് 5 മണിക്കായിരിക്കും ഇവർ കണ്ടുമുട്ടുന്നത്. എ തീഫ് സ്റ്റീൽസ് എ വാൻ അറ്റ് 3 AM ആൻഡ് ഡ്രൈവ്സ് ഇറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 57 കിലോമീറ്റർ പെർ അവർ. ദ തീഫ് ഈസ് ഡിസ്കവേർഡ് at 4 AM and the owner starts chase with another one at a speed of 76 kilometer per hour. At what time will he catch the thief എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കള്ളൻ എന്താണ്? ഒരു വാൻ മോഷ്ടിച്ചുകൊണ്ട് 3 മണിക്ക് പോയി. അയാൾ പോയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 57 കിലോമീറ്റർ പെർ ആണ്. എന്താണ്? 4 മണിയായപ്പോൾ ഈ തീഫിനെ കണ്ടുപിടിച്ചിട്ട് എന്താണ് അതിന്റെ ഓണർ 76 സ്പീഡിൽ അതിന്റെ പുറകെ വെച്ച് പിടിച്ചു. അത്ര സമയത്തിനുള്ളിലാണ് അവർ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 മണിക്ക് അയാൾ ഈ വാനുമായിട്ട് പോയി. 4 മണി വരെയും അയാൾ എന്താണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? 3 മുതൽ 4 മണി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 അവർ നമ്മുടെ കയ്യിലുണ്ട്. ഈ 1 അവർ കൊണ്ട് ഇയാൾ എന്താണ് എത്ര സ്പീഡ് പോയി കാണും? 1 അവർ എന്താണ് ടൈം ഇൻറ്റു സ്പീഡ്, സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കത്തില്ലേ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 57 കിലോമീറ്റർ ആയിരിക്കും അയാൾ ട്രാവൽ ചെയ്തത്. അപ്പം എന്താണ് നമ്മുടെ ഈ ഓണർ എന്ന് പറയുന്നത് 0-ൽ നിൽക്കുവാണ്, 0 കിലോമീറ്ററും. തീഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 കിലോമീറ്റർ ആണുള്ളത്. ഈ ഡിസ്റ്റൻസ് ആണ് ഇനി ഇവർക്ക് എന്തെടുക്കേണ്ടത്? കവർ ചെയ്തെടുക്കേണ്ടത്. ഈ ഓണറിനെ കവർ ചെയ്തെടുത്തിട്ടാണ് ഈ തീഫിനെ പിടികൂടേണ്ടത്. അതിന് എത്ര സമയം എടുക്കുമെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ ഓണർ 1 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ തീഫും വീണ്ടും
വീണ്ടും 1 മണിക്കൂർ സഞ്ചരിക്കും. അങ്ങനെ എത്രാമത്തെ മണിക്കൂറാണ് ഇവർ തമ്മിൽ ഒരേ ഡിസ്റ്റൻസിൽ എത്തുന്നതെന്നാണ് ക്വസ്റ്റനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 57 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? 4 മണി മുതൽ രണ്ടുപേരും എന്താണ് ട്രാവലിംഗിലാണ്. അപ്പൊ അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും എത്രയാണ്? 76 മൈനസ് 57. രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ 76 57 പോകുമ്പോൾ 19 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും എന്ത് അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 57 ഡിവൈഡഡ് ബൈ 19 എത്രയാണ്? 3 അവറിനുള്ളിലായിരിക്കും കണ്ടുമുട്ടുന്നത്. എപ്പോഴ്? 4 മണി കഴിഞ്ഞിട്ട് 3 അവർ. അപ്പൊ 4 മണി കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 7 മണിക്കായിരിക്കും അവര് കണ്ടുമുട്ടുന്നത്. 7 മണിയായിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? 7 AM ആയിരിക്കും കേട്ടോ വരുന്ന ആൻസർ. 7 PM അല്ല 7 AM. അടുത്തത് എന്താ പറയുന്നത്? എ ലീവ്സ് സ്റ്റേഷൻ പി അറ്റ് 8 AM ആൻഡ് റീച്ചസ് സ്റ്റേഷൻ ക്യൂ അറ്റ് 11 AM. എന്താണ്? എ എന്ന് പറയുന്ന ആള് പിയിൽ നിന്നും ക്യൂവിലേക്ക് 8 മണിക്ക് പുറപ്പെട്ട് 11 മണിക്ക് എത്തുന്നു. അതായത് ടോട്ടൽ 3 അവർ ആണ് അയാൾ എടുക്കുന്നത്. അതേപോലെ തന്നെ ക്യൂവിൽ നിന്നുള്ള ആള് ബി എന്ന് പറയുന്ന ആള് 9 മണിക്ക് ഇറങ്ങി 11 മണിക്ക് എത്തുന്നു. അതായത് 2 അവർ ആയിരിക്കും അയാൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ഇവരുടെ സ്പീഡ് നമ്മുടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് അസ്യൂം ചെയ്തങ്ങ് എടുക്കാം. അതായത് ഈ 3യും 2ഉം കൂടി ക്യാൻസൽ ആവുന്ന ഒരു സംഖ്യ വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഞാനിപ്പോ ഇവർ രണ്ടുകൂടെ LCM ആയ 6 ആണ് ഞാൻ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ എടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ 6 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ടൈം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പിയുടെ സ്പീഡ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം 6/3 2 കിലോമീറ്റർ പെർ അവർ ആയിരിക്കത്തില്ലേ പിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ക്യൂവിന്റെ സ്പീഡ് എന്തുമായിരിക്കും? 6/2 എന്ന് പറയുമ്പോൾ 3 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ക്യൂവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഇനി പി എന്താണ്? 8 മണിക്ക് ഇറങ്ങുന്നു, ഇയാൾ 9 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ 8 മുതൽ 9 മണി വരെയും പി എന്താണ്? ട്രാവലിംഗിലായിരിക്കും അല്ലെ? അപ്പൊ 1 മണിക്കൂർ കൊണ്ട് പി എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 2 കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇനി റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ആ വരുന്നത് അല്ലെ? ഇനി നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ആണ് വരുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 9 മണി തൊട്ട് 2 പേർക്ക് റിലേറ്റീവ് സ്പീഡ് സ്റ്റാർട്ട് ചെയ്തില്ലേ? 2, 3, 5 എന്താണ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കത്തില്ലേ ടൈം വരുന്നത്. അപ്പൊ ടൈം എടുക്കുന്നതെന്ന് പറയുമ്പോൾ 4/5 അല്ലെ? 4/5 അവർ ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. അതിനെ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 60 60/5 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 48 മിനിറ്റ് ആയിരിക്കും ഇനി അവർക്ക് എടുക്കുന്നത് അല്ലെ? 9 മണി കഴിഞ്ഞ് 48 മിനിറ്റിനകം ഇവരെന്തെടുക്കും? കണ്ടുമുട്ടുമെന്നാണ് പറയുന്നത്. അപ്പം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ്, അതായത് 9:48 ഇവർ കണ്ടുമുട്ടുന്നതെന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 cars start simultaneously from A and B towards each other where AB is equal to 50 kilometer. A B തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നത്. 50 കിലോമീറ്റർ. ഇത് A, ഇത് B. ഓക്കെ അല്ലേ? ദേ ക്രോസ് ഈച്ച് ദർ ആഫ്റ്റർ 1 hour. 1 മണിക്കൂറിന് ശേഷം ഇവർ തമ്മിൽ എന്താണ്? കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. ദ കാർ അറ്റ് A arrives B at 5/6 ആണ്. 5/6 hour earlier than the time the car B arrives at A. എന്താണ്? എയിൽ നിന്നുള്ള കാറ് ബിയിൽ എന്താണ്? ബിയിൽ നിന്നുള്ള കാറ് എയിൽ എത്തുന്നതിനേക്കാൾ 5/6 അവർ മുന്നേ എത്തിയെന്നാണ് പറയുന്നത്. അതായത് എയിൽ നിന്നുള്ള കാറിനായിരിക്കും അപ്പൊ സ്പീഡ് കൂടുതൽ. ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലുള്ളത് എയിൽ നിന്നുള്ള കാറിനായിരിക്കും, ബിയിൽ നിന്നുള്ള കാറിന് സ്പീഡ് കുറവായിരിക്കും. ഓക്കെ അല്ലേ? ദ സ്പീഡ് ഓഫ് കാർ എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർ എയുടെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവർ 1 മണിക്കൂറിന് ശേഷം ഇവരെന്താണ്? കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? 1 മണിക്കൂറിന് ശേഷം ഇവർ കണ്ടുമുട്ടിയെങ്കിൽ എയിൽ നിന്നുള്ള കാറിന്റെ സ്പീഡ് ഞാൻ എ എന്നും ബിയിൽ നിന്നുള്ള കാറിന്റെ സ്പീഡ് ഞാൻ ബി എന്നും ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോ എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു കണ്ടുമുട്ടിയത്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമുക്ക് നോക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. എയിൽ നിന്നുള്ള കാറ് എന്താണ്? എ സ്പീഡിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. അപ്പം എയിൽ നിന്നുള്ള കാറ് എ സ്പീഡിൽ 1 മണിക്കൂറിൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ബിയിൽ നിന്നുള്ള കാറ് എന്താണ്? 1 മണിക്കൂറിൽ ബി സ്പീഡിൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ CL വെച്ചാണ് കണ്ടുപിടിച്ചത്. എ മുതൽ സി വരെയും സി മുതൽ ബി വരെയും കൂടി കൂട്ടുമ്പോൾ മൊത്തം AB അല്ലേ വരുന്നത് അല്ലെ? AC + CB എന്ന് പറഞ്ഞാൽ എന്താണ്? AB അല്ലേ വരുന്നത്. അപ്പം ഇതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ A×1 എന്ന് പറയുമ്പോൾ A + B×1 എന്ന് പറഞ്ഞാലും B അല്ലേ? A + Bയുടെ വാല്യൂ എത്ര വരും? 50 ആയിരിക്കും. ഈ 2 കാറിന്റെയും കൂടി സമ്മ് എന്ന് പറഞ്ഞാൽ 50 എന്താണ്? 2 കാറിന്റെ സ്പീഡിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും വരുന്ന ആൻസർ.
ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്. ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പിന്നെ നമുക്കറിയാം എയിൽ നിന്നുള്ള കാറിനായിരിക്കും സ്പീഡ് കൂടുതൽ, കാരണം അവരെന്താണ് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. ബിയിൽ നിന്നുള്ള കാറിനായിരിക്കും സ്പീഡ് കുറവ്, അവർ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്താലേ. ഒന്നാമത്തെ ഓപ്ഷൻ 25 എയിൽ നിന്നുള്ള കാറിന്റെ സ്പീഡ് 25 എങ്കിൽ ബിയിൽ നിന്നുള്ള കാറിന്റെ സ്പീഡ് 25 അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം എയ്ക്കല്ലേ സ്പീഡ് കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റല്ലേ അല്ലെ. ഇനി എയിൽ നിന്നുള്ള കാറിന് 20 സ്പീഡാണെങ്കിൽ, കാരണം രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബിയിൽ നിന്നുള്ള കാറിന് എത്രയായിരിക്കും? 30 ആയിരിക്കത്തില്ലേ വരുന്നത്? അങ്ങനെയും വരാൻ വഴിയില്ലല്ലോ, കാരണം എയിൽ നിന്നുള്ള കാറിനല്ലേ സ്പീഡ് കൂടുതൽ. അപ്പൊ എക്ക് ഇപ്പൊ 20 വന്നും ബിക്ക് 30 വന്നാലും ശരിയാവത്തില്ലല്ലോ. അപ്പൊ ഇതും തെറ്റല്ലേ. ഇനി അടുത്ത എന്താണ്? എയിൽ നിന്നുള്ള കാറിന് 15 സ്പീഡും അപ്പൊ ബിയിൽ നിന്നുള്ള കാറിന് 35 അല്ലേ സ്പീഡ് വരുന്നത് അല്ലെ. രണ്ടും കൂടി കൂട്ടുമ്പോൾ 50 അല്ലേ കിട്ടേണ്ടത്. അപ്പൊ അതും നമുക്ക് വരാൻ വഴിയില്ലല്ലോ, അതും തെറ്റല്ലേ. 15ഉം തെറ്റല്ലേ. ഇനി എയിൽ നിന്നുള്ള കാറിന് എന്താണ്? 30 സ്പീഡും ബിയിൽ നിന്നുള്ള കാറിന് അപ്പൊ എത്രയായിരിക്കും? 20 ആയിരിക്കും വരുന്ന സ്പീഡ് അല്ലെ. അപ്പൊ അത് ശരിയാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. ബിയിൽ നിന്നുള്ള കാറിന് 30 ആവാൻ, എയിൽ നിന്നുള്ള കാറിന് 30 ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ് ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5/6 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എയിൽ നിന്നുള്ള കാറിന്റെ സ്പീഡ് നമുക്ക് ടൈമിന്റെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ് അല്ലെ. എയിൽ നിന്നുള്ള കാറ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 ആണ്, ഡിവൈഡ് ബൈ അവരുടെ സ്പീഡ് എ. അതേപോലെ ബിയിൽ നിന്നുള്ള കാറിന്റെ ഡിസ്റ്റൻസ് 50 ആണ്, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബി. ഇവർക്കിടയിലുള്ള ടൈമിന്റെ ഡിഫറൻസ് ആണ് 5/6. അപ്പൊ കൂടുതൽ സമയം എടുക്കണം എന്താണ്? ബി ആയിരിക്കും അല്ലെ. അപ്പം 15/b മൈനസ് 50 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 5/6 എന്നാ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ബിക്ക് നമുക്ക് 20 എന്നും എക്ക് 30 എന്നും അല്ലേ കിട്ടുന്നത്. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 50 ഡിവൈഡഡ് ബൈ 20 മൈനസ് 50 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 5/6 ആണോ കിട്ടുന്നത് നോക്കാം. രണ്ടിടത്തും നമുക്ക് എന്തെടുക്കാം? സീറോസ് ക്യാൻസൽ ചെയ്യാം. 5/2 ഡിവൈഡ് ബൈ 5/3 എന്ന് വരും. അപ്പോൾ രണ്ടിടത്തും നമുക്ക് എന്തെടുക്കാം? 5 ഇങ്ങ് കോമൺ എടുക്കാം. 5 കോമൺ എടുത്തിട്ട് 1/3 മൈനസ് 1/2 എന്ന് എടുക്കാം, ഈക്വൽ ടു 5 ഇൻറ്റു 1/3 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ അല്ലേ. എത്രയായിരിക്കും? 1 ഡിവൈഡ് ബൈ 6 ഈസിക്കൽ ടു 5/6 എന്നല്ലേ വരുന്നത്. അപ്പൊ ആൻസർ എന്താണ്? 5/6 ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? നമുക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? 50 ഡിവൈഡഡ് ബൈ ബി ആണ് എന്താണ് ബി എടുക്കുന്ന സമയം. അതേപോലെ 50 ഡിവൈഡ് ബൈ എ ആണ് എ എടുക്കുന്ന സമയം. ഇവർക്കിടയിൽ ഡിഫറൻസ് എത്രയാണ്? 5/6 ആവണമെന്നാണ് പറയുന്നത്. അപ്പൊ 50 ഡിവൈഡ് ബൈ ബിക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം? 20 ഇട്ട് കൊടുക്കണം. അതേപോലെ 50 ഡിവൈഡ് ബൈ എക്ക് പകരം നമ്മൾ 30 ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ. 0 ഇവിടുത്തെ 0 ക്യാൻസൽ ആവും. 5 ഇങ്ങ് കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? 1/2 മൈനസ് 1/3 എന്നല്ലേ വരുന്നത്. അപ്പൊ 5 ഇൻറ്റു 1/2 മൈനസ് 1/3 3 മൈനസ് 2 എത്രയാ? 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 6 വരും അല്ലെ. 5/6 എന്നല്ലേ വരുന്ന ആൻസർ. അപ്പൊ 5/6 ആയിരിക്കും വരുന്ന ആൻസർ. നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? എയുടെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. എയുടെ സ്പീഡ് എത്രയാണ്? 30 km/h ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്തത് എ തീഫ് സ്റ്റീൽസ് ആൻ ഐറ്റം ആൻഡ് എസ്കേപ്പ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h. എ പോലീസ്മാൻ അറൈവ്സ് അറ്റ് ദ സ്പോട്ട് ദ ക്രൈം ആഫ്റ്റർ 4 minutes ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചേസിംഗ് ദ തീഫ്. 60 minutes ആഫ്റ്റർ ദ പോലീസ് സ്റ്റാർട്ട് ടു ചേസ് the thief, there is still a gap of 20 meters between the two. At what distance from the spot of the crime will the policeman catch up the thief and what is the speed of the policeman എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് thief steals an item and escape running at a speed of 15 km/h. A police arrives at the spot of the crime after 4 minutes and immediately start chasing the thief 16 meters after the policeman started to chase the thief. There is still a gap of 200 meters between them two. At what distance from the spot the crime will the policeman catch up the thief and what is the speed of the policeman? Policeman സ്പീഡും അവർ നമ്മുടെ ഡിസ്റ്റൻസും എത്ര ഡിസ്റ്റൻസിലാണ് പോയി അതിനെ പിടിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു തീഫിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് തീഫ് എന്ന് പറഞ്ഞാൽ 15 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. എത്ര സമയം ഓടിക്കാണും? 4 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ 16 മിനിറ്റ് എടുത്തു പോലീസ് അയാളെ പിടിക്കാൻ. അപ്പൊ 16 4 മൊത്തം 20 മിനിറ്റ് അല്ലേ എടുത്തത്. അപ്പൊ ടൈം തീഫിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20/60 അവർ ആയിരിക്കും വരുന്നത് അല്ലെ. 20/60 എന്ന് പറയുമ്പോൾ 1/3 അവർ ആയിരിക്കും എന്ത്
പോലീസ്മാന്റെ തീഫിന്റെ ഓടിയ ടൈം എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ഡിസ്റ്റൻസിൽ ഓടി കാണും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 × 1/3 അല്ലേ വരുന്നത്. 15 × 1/3 എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ആയിരിക്കും ആ തീഫ് ഓടിയ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ തീഫ് എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ആയിരിക്കും വരുന്ന ആൻസർ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നിട്ടും അവർ 5 കിലോമീറ്റർ ഓടി, ഇയാൾ 16 മിനിറ്റ് ഓടിയപ്പോഴും എന്താണ് 200 മീറ്ററിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 200 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 കിലോമീറ്റർ എന്നല്ലേ? 200 മീറ്ററിനെ നമ്മൾ എന്തെടുക്കും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം 5 കിലോമീറ്റർ ഇയാൾ ഓടി. ഇപ്പൊ എന്താണ് തീഫ് ഇവിടെ നിൽക്കുവാണെങ്കിൽ പോലീസ് എന്താണ് 0.2 കിലോമീറ്റർ മാറിയിട്ടാണ് പോലീസ് എത്തിക്കുന്നത്. തീഫ് ടോട്ടൽ 5 കിലോമീറ്റർ ഓടി, ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് 0.2. അപ്പൊ ഇപ്പുറത്ത് എത്രയായിരിക്കും? 4.8 കിലോമീറ്റർ ആയിരിക്കത്തില്ലേ പോലീസ് ട്രാവൽ ചെയ്തത് അല്ലെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പോലീസ് എന്ന് പറഞ്ഞാൽ 4.8 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ടൈം എത്രയാണ്? ടൈം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 മിനിറ്റ് ആണ്. 16 മിനിറ്റ് എന്ന് പറയുമ്പോൾ 16/60 എന്താണ് മണിക്കൂർ എന്നായിരിക്കും വരുന്നത് അല്ലെ? അപ്പം സ്പീഡ് ഓഫ് പോലീസ് നമുക്ക് കണ്ടുപിടിക്കാം. സ്പീഡ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ 4.8 ഡിവൈഡ് ബൈ 16 × 60. ഈ 60 അങ്ങ് മുകളിൽ പോകും. എന്താണ് 4.8ഉം 16 കൂടി വെട്ടിപ്പോകുമ്പോൾ 0.3 ആയിരിക്കും വരുന്നത്. 0.3 × 60 3 × 6 എത്രയാ? 18ഉം ഒരു 180 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 18 km/h ആയിരിക്കും എന്ത് പോലീസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ബാലൻസും കൂടി കണ്ടുപിടിക്കുക. ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്താണ് ഡിസ്റ്റൻസും കൂടി കണ്ടുപിടിക്കാന് രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിൽ വെച്ചിട്ടായിരിക്കും കണ്ടുമുട്ടുന്നത് അല്ലെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പോലീസ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ തീഫ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം പോലീസ് എന്താണ് അയാളുടെ ഡിസ്റ്റൻസ് എന്താണ് 18 km/h അയാൾ എന്താണ് ടി ടൈമാണ് അയാളോട് ചെയ്തത്. അതായിരിക്കും അയാളുടെ ഡിസ്റ്റൻസ്. മറ്റേ ആളോ 15 km/h സ്പീഡിൽ ടി ടൈമും പിന്നെ എക്സ്ട്രാ ഒരു 4 മിനിറ്റ് അയാൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4/60 ടൈമും ആയിരിക്കും അയാൾ 4/60 അവറും ആയിരിക്കും അയാൾ ഓടിയിട്ടുള്ളത്. ഈ രണ്ട് ഡിസ്റ്റൻസ് എന്താണ് സെയിം ആണ്. 18 km/h ടി ടൈം ഓടിയതും 15 km/h ടി ടൈം ഓടിയ ഇതെന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 18t എന്ന് പറഞ്ഞാൽ 15 × t 15t പ്ലസ് 15 × 4/60 എന്ന് പറയുമ്പോൾ 15 × 4 60 60/60 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും വരുന്നത് അല്ലെ? ഇതിന് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താണ് 3t = 1. t എന്ന് പറയുന്നത് എത്രയാണ്? 1/3 അവർ ആയിരിക്കും വരുന്നത് ആൻസർ. 1/3 അവർ ആണ് ഓടിയത്. അപ്പൊ എത്രയായിരിക്കും? അത് കൊണ്ടുപോകാൻ നമ്മള് പോലീസിന്റെ സ്പീഡിൽ ഇട്ട് കൊടുത്താൽ മതി. റിലേറ്റീവ് സ്പീഡ് നോക്കുമ്പോൾ പോലീസിന്റെ സ്പീഡ് ഇട്ട് കൊടുത്താൽ മതി. 18 × 1/3 എത്രയാണ്? 6 കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്തത്. ഓക്കെ, 6 കിലോമീറ്റർ 18 km/h സ്പീഡിൽ. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ?